മക്കളെ എല്ലാവർക്കും വണക്കം. കൂലി കൂലി കൂലി, ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം ഒരു മാജിക്കൽ അക്കൗണ്ട്സുകൾ തുറക്കൂ എന്നുള്ളത് നോക്കാം. റിലീസിന് മുൻപേ 50 കോടിയിലധികം അഡ്വാൻസ് ബുക്കിംഗ് നേടിയ രജനീകാന്ത് ലോകേഷ് കനകരാജ് സൂപ്പർ കോമ്പിനേഷൻ സിനിമ 450 കോടി വരെ ബഡ്ജറ്റ്, 110 മുതൽ 150 കോടി വരെ OTT പ്രഡിക്ഷനാണ്, 70 മുതൽ 90 കോടി വരെ സാറ്റലൈറ്റ്. അത് രജനീകാന്തിൻ്റെ കഴിഞ്ഞകാല ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ. 15 കോടി വരെ മ്യൂസിക് റൈറ്റ്സ്. വൻ വരുമാന ഡീലുകൾ ഇതിനകം ഉറപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എന്നാൽ ചെലവ് കടത്തി വെട്ടു എന്നുള്ളത് നമുക്ക് അറിയിക്കാം. എ പോസ്റ്റർ വിവാദം. രജനീകാന്തിൻ്റെ ചിത്രത്തിന് ആദ്യമായി എ പോസ്റ്റർ. ഇളയരാജ മ്യൂസിക് റൈറ്റ്സിനു വേണ്ടി നിയമ നോട്ടീസ്. എല്ലാം കൂടി തമിഴ് സിനിമയിലെ ഏറ്റവും ചർച്ചയായ റിലീസാക്കി. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് രജനി മാജിക് അക്കൗണ്ടുകൾ മാറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് ഇതുവരെ ആ പടത്തിന് എന്തൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സമ്മറി നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പിലേക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കും നമുക്ക് പോകാം. ഇതിൽ പലതും എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ എന്താ പറയുക, പലതും നമ്മളൊരു ഒരു അനുമാനമാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പക്ക കൺഫേംഡ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 മുതൽ 400 കോടി രൂപ വരെയാണ്. കറക്റ്റ് അല്ലേ? അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടി നോക്കാം. വിവാദങ്ങൾ. 2025 ഓഗസ്റ്റിലൊരു വിവാദം ഉണ്ടായി. മാഡം വെബ്, ഗ്ലാസ് റൈബൽ മൂൺ തുടങ്ങിയ ഹോളിവുഡ് സിനിമകളുടെ പോസ്റ്ററുകൾ ഇൻസ്പിറേഷനായി എന്ന് പറയുന്നു. അത് പകർത്തിയെന്നും ഒരു ആരോപണമുണ്ട്. 2025 ഓഗസ്റ്റിൽ വേറെ എന്താ പറയുക, അല്ലു അർജുനെ പരോക്ഷമായി പരാമർശിച്ച് കലാനിധിമാരൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ കാര്യങ്ങളായിട്ട് നമ്മുടെ നാട്ടിലേക്കൊന്നും വന്നില്ല. 2024 മെയ്യിൽ ഇളയരാജ ഒരു പണി പറ്റിച്ചു. തങ്കമകൻ പാട്ട് അനധികൃതമായി ഉപയോഗിച്ചതായി സിനിമയ്ക്ക് നോട്ടീസ് അയച്ചു. 2025 36 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് രജനീകാന്ത് ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിവരങ്ങളിലേക്ക് കിടക്കാം. പ്രധാന അഭിനേതാക്കൾ രജനീകാന്ത്, അമീർ ഖാൻ, നാഗാർജുന, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ. സംവിധായകൻ ലോകേഷ് കനകരാജ്. നിർമ്മാതാവ് കലാനിധിമാരൻ, സൺ TV പിക്ചേഴ്സ്. പ്രൊഡക്ഷൻ ഹൗസ് സൺ TV പിക്ചേഴ്സ്. തിയേറ്റർ റിലീസ് 14 ഓഗസ്റ്റ് 2025. അത് കഴിഞ്ഞ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ. ഓക്കെ, നമ്മൾ ഒരു ദിവസത്തിന് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. OTT റിലീസ് അത് ഒന്നും നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ മൊത്തം ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 350 മുതൽ 450 കോടി വരെ. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റുകളിൽ ഒന്നാണിത്. അതായത് രജനീകാന്തിന് ഒരു 200 കോടിയാണ് കൊടുക്കുന്നതെന്ന് പറയപ്പെടുന്നു. അമീർ ഖാനിന് 20 കോടി, നാഗാർജുനയ്ക്ക് 10 കോടി, സത്യരാജ് 5 കോടി, ലോകേഷ് കനകരാജിന് 30 മുതൽ 40 കോടി വരെ. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷന് 50 കോടി. അതൊരു അനുമാനമാണ് നമ്മുടെ. ഓക്കെ, മൊത്തം ചിലവ് 390 മുതൽ 450 കോടി വരെ. നമ്മളൊരു റൗണ്ട് ഫിഗർ എടുത്തിരിക്കുന്നതാണത്. പിന്നെ മൊത്തം വരുമാനം അത് ഇതുവരെ ഇതിനകത്ത് നമ്മൾ സ്ഥിരീകരിച്ച കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. തിയേറ്റർ ഇന്ത്യയിൽ അഡ്വാൻസ് ബുക്കിംഗ് 14 കോടി കളക്ഷൻ ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട്. വിദേശത്ത് ഒരു 37 കോടി കളക്ഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. നോർത്ത് അമേരിക്കയിൽ പ്രീ സെയിൽസ് വന്നത് തന്നെ 14 കോടി. വിദേശ കണക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. മറ്റ് തിയേറ്റർ വരുമാനം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഇതുവരെ അവൈലബിൾ അല്ല. OTT വരുമാനം 110 മുതൽ 150 വരെ കോടി വരെ പോകാം രജനീകാന്ത് ചിത്രങ്ങളിലേക്ക്. ഇതിൽ മാക്സിമം പോകാനാണ് സാധ്യത. സാറ്റലൈറ്റ് റൈറ്റ്സ് 70 മുതൽ 90 കോടി, മ്യൂസിക് റൈറ്റ്സ് 10 മുതൽ 15 കോടി. അതുപോലെ മറ്റു വരുമാനം, അതായത് ബ്രാൻഡ്സ്, മെർച്ചൻഡൈസ്, അങ്ങനത്തെയുള്ള പങ്കാളിത്തങ്ങൾ മുതൽ 5 മുതൽ 10 കോടി വരെ. അപ്പോൾ മൊത്തം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പ്രീ റിലീസിന്, അതായത് റിലീസിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് തന്നെ അവർ 216 മുതൽ 316 കോടി കളക്ട് ചെയ്യിച്ചു. ഇതിൽ
80% സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. കുറച്ച് നമ്മൾ അസംഷൻസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു എമൗണ്ടിന് തന്നെ 39 മുതൽ 90 കോടി വരെ ആ ഒരു ടാക്സ് കൊടുക്കണം. ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ ഒന്നും പറ്റില്ല. അത് എന്താ പറയുക, പടം റിലീസായി OTTയിൽ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ അടുത്ത വീഡിയോ അതിൻ്റെ എക്സാക്റ്റ് കണക്കുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അടിപൊളിയല്ലേ? സർട്ടിഫിക്കറ്റുള്ള രജനീകാന്തിൻ്റെ ആദ്യത്തെ സിനിമ കാണാൻ നിങ്ങളെല്ലാം റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. 14-ാം തീയതി കാണുമെന്നുള്ളത് അറിയില്ല. കൂട്ടുകാരനോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സമയവും സന്ദർഭവും ഒത്തുവരികയാണെങ്കിൽ ഞാനും ആ സിനിമ കാണും. ഓക്കെ, സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, റിവ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അഭിപ്രായം. എനിക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലേ, എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമായി എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അത്രമാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ ബൈ, സി യു.